ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റംസ് സെക്കൻഡ് മൊഡ്യൂൾ ചാർജിങ് സിസ്റ്റം ആൻഡ് സ്റ്റാർട്ടിംഗ് സിസ്റ്റം. ഇതിൻ്റെ പാർട്ട് 5 ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡി സി ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തേർഡ് ബ്രഷ് കൺട്രോൾ ഡിസ്കസ് ചെയ്തിരുന്നു. മൂന്നാമതൊരു ബ്രഷ് എന്ന് പറയും. മൂന്നാമതൊരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഫീൽഡ് വൈൻഡിങ്സിലേക്കുള്ള കറണ്ട് കൺട്രോൾ ചെയ്യുന്ന മെത്തേഡാണ്. ആർമേച്ചർ റിയാക്ഷൻ ഉപയോഗപ്പെടുത്തി ഫീൽഡ് വൈൻഡിങ്സിലേക്കുള്ള കറണ്ടിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യുന്ന മെത്തേഡാണ് അത്. നെക്സ്റ്റ് നമ്മൾ എക്സ്റ്റേണൽ ഔട്ട്പുട്ട് കൺട്രോൾ. എക്സ്റ്റേണൽ ആയിട്ട് പുതിയൊരു റെസിസ്റ്റൻസ് നമ്മൾ ഫീൽഡ് വൈൻഡിങ്സുമായി ആഡ് ചെയ്തിട്ടും അതായത് ഒഴിവാക്കിയിട്ടും ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡാണ് എക്സ്റ്റേണൽ ഔട്ട്പുട്ട് കൺട്രോൾ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തില്ല. അത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റെഗുലേറ്റേഴ്സിലാണ് ഈ സംഭവം വരുന്നത് നമ്മൾ പറഞ്ഞു. അതിനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ കട്ട് ഔട്ട് റിലേനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. കട്ട് ഔട്ട് റിലേ എന്തിനാണെന്ന് നമുക്കറിയാം. ചാർജിങ് സിസ്റ്റത്തിലെ കട്ട് ഔട്ട് റിലേ കൊടുക്കുന്നത് ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ബാറ്ററിയിലേക്ക് വീണ്ടും ജനറേറ്ററിൽ നിന്ന് കറണ്ട് പോകാതിരിക്കാനും അതുപോലെ ബാറ്ററിയിൽ നിന്ന് ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യാതിരിക്കാനുമാണ്. അതുപോലെ തന്നെ ബാറ്ററി ആൾറെഡി എൻജിൻ ഓഫ് ആയിട്ടുള്ള കണ്ടീഷനിലും ബാറ്ററിയിൽ നിന്ന് ഇങ്ങോട്ട് കറണ്ട് വരാതിരിക്കാനും ജനറേറ്ററിലേക്ക് അതുവഴി ബാറ്ററി ഡിസ്ചാർജ് ആവാതിരിക്കാനുമാണ് നമ്മൾ കട്ട് ഔട്ട് റിലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ഔട്ട് റിലേൻ്റെ വർക്കിംഗ് ഒക്കെ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെ അകത്തുള്ള ഈ ഷണ്ട് ആൻഡ് സീരീസ് വൈൻഡിങ്സിലേക്ക് കറണ്ട് വരുന്ന സമയത്ത് ഇത് ഈ ആർമേച്ചറിനെ അട്രാക്ട് ചെയ്തിട്ടാണ് ഈ കോണ്ടാക്ട്സ് ക്ലോസ് ചെയ്തിട്ട് ഇത് എന്ത് ചെയ്യുന്നത്. നോർമലായിട്ട് ജനറേറ്ററിൽ നിന്ന് നമുക്കൊരു സാധാരണ വോൾട്ടേജ് വരുന്നത് 15 വോൾട്ടൊക്കെയാണ് ബാറ്ററി ചാർജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതെങ്കിൽ ആ വോൾട്ടേജ് വരുന്ന സമയത്ത് ഇതിനെ അട്രാക്ട് ചെയ്തിട്ട് ഇതിൽ ബാറ്ററിയിലേക്കുള്ള കറണ്ട് പോകുന്നത്. ഇനി വൺസ് ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ തിരിച്ച് ബാറ്ററിയിൽ നിന്ന് ഇങ്ങോട്ട് കറണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ രണ്ട് വൈൻഡിങ്സിലും കറണ്ടിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഇല്ലാതായി, അട്രാക്ഷൻ ഇല്ലാതായി, ഇവിടെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് കൊളാപ്സ് ചെയ്തിട്ട് ഇതിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവില്ലാതായി എന്ത് ചെയ്യും, ഈ അതായത് ഓപ്പൺ ആവും. ഈ ക്ലോസ് ചെയ്തിട്ടുള്ള ആർമേച്ചർ കോണ്ടാക്ട് പോയിൻറ്റ്സ്, ആർമേച്ചർ കോണ്ടാക്റ്റും അതുപോലെ തന്നെ ബാറ്ററി ടെർമിനൽ കോണ്ടാക്റ്റും ഓപ്പൺ ആയിട്ട് ഇത് വീണ്ടും ബാറ്ററിക്ക് ഫർദറായിട്ട് കറണ്ട് പോകുന്നത് തടയും. അതുപോലെ എൻജിൻ ഓഫ് ആയിട്ടുള്ള കണ്ടീഷനിലും അതിന് ഇതിൽ എന്ത് ചെയ്യില്ല, ഈ ഓഫായിട്ടുള്ള കണ്ടീഷനിലും ഇതിലേക്ക് കറണ്ട് വരുന്നുണ്ടാവില്ല. ആ കണ്ടീഷനിലും ആർമേച്ചറിന് ഇതിനെ അട്രാക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ കോണ്ടാക്റ്റ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ജനറേറ്റർ ഓഫായിട്ടുള്ള കണ്ടീഷനിലും അത് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ബാറ്ററിയിൽ നിന്ന് ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യില്ല. അതുപോലെ തന്നെ ജനറേറ്റർ ഓൺ ചെയ്ത കണ്ടീഷനിൽ സാധാരണ നോർമൽ ബാറ്ററി ചാർജ് ചെയ്യുന്ന കണ്ടീഷനിൽ മാത്രമേ ഉള്ളൂ ഇത് ക്ലോസ്ഡ് ആയിട്ടുണ്ടാവുക. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കമ്പൈൻഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് റെഗുലേറ്ററിനെ കുറിച്ചാണ്. അപ്പോൾ കമ്പൈൻഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് റെഗുലേറ്റർ, അപ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്തിരുന്നു. ഇതൊരു മെക്കാനിക്കൽ ടൈപ്പ് റെഗുലേറ്ററാണ്. ആൾസോ കാൾഡ് 3 സ്റ്റേജ് റെഗുലേറ്റർ എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. കമ്പൈൻഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് റെഗുലേറ്റർ എന്ന് പറയാം. കാരണം ഇതിൽ വോൾട്ടേജ് റെഗുലേറ്ററും കറണ്ട് റെഗുലേറ്ററും അതുപോലെ തന്നെ ഇതിൽ കട്ട് ഔട്ട് റിലേയും കൂടെ ഉണ്ട്. ഇത് മൂന്നും കൂടി വന്നതുകൊണ്ടാണ് ഇതിനെ 3 സ്റ്റേജ് റെഗുലേറ്റർ എന്ന് പറയാൻ കാരണം. ഓക്കെ, കമ്പൈൻഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് റെഗുലേറ്റർ എന്നും പറയും, അല്ലെങ്കിൽ 3 സ്റ്റേജ് റെഗുലേറ്റർ എന്ന് പറയാറുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് കട്ട് ഔട്ട് റിലേ ഉണ്ട്, കറണ്ട് റെഗുലേറ്റർ ഉണ്ട്, വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ തേർഡ് ബ്രഷ് കൺട്രോൾ പോലെയല്ല. പുറത്തുനിന്നുള്ളൊരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്, ഇവിടെ ഒരു പുറത്തെ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ റെസിസ്റ്റൻസ് നമ്മൾ ഫീൽഡ് വൈൻഡിങ്സുമായി കണക്ട് ചെയ്തിട്ടുള്ളത്. ഫീൽഡ് വൈൻഡിങ്സുമായി റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ടും അതുപോലെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമാണ് നമ്മൾ ഫീൽഡ് വൈൻഡിങ്സിൻ്റെ ലേക്കുള്ള കറണ്ടിനെ കൺട്രോൾ ചെയ്തിട്ട് ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, ഫീൽഡ് വൈൻഡിങ്സിലേക്ക് റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം. അവിടെ നമ്മൾ പറഞ്ഞു ഫീൽഡ് വൈൻഡിങ്സിലേക്കുള്ള കറണ്ട് നമ്മളൊരു
എന്തിലേക്കെങ്കിലും കറണ്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ റെസിസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് കൊടുക്കുമ്പോൾ അതിലേക്കുള്ള കറണ്ട് കുറയും. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോനെ തടയുന്നതാണ് റെസിസ്റ്റൻസ്. അപ്പോൾ ഫീൽഡ് വൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറേറ്ററിൻ്റെ കാന്തിക ശക്തി കൊടുക്കുന്ന ആളാണ് അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന ആളാണ് ഫീൽഡ് വൈൻഡിങ്സ്. അപ്പോൾ ഈ ഫീൽഡ് വൈൻഡിങ്സിലേക്കുള്ള കറണ്ട് കുറച്ച് കഴിഞ്ഞാൽ അതിന് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കുറയും. അത് ടെമ്പററി മാഗ്നറ്റുകളാണ്, കറണ്ടിനനുസരിച്ചാണ് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പോൾ അതിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കാരണം ആർമേച്ചർ അതിൻ്റെ ഇടയിൽ കറങ്ങണം, ആ രണ്ട് നോർത്ത് ആൻഡ് സൗത്ത് പോളിൻ്റെ ഇടയിൽ കറങ്ങണം. ആർമേച്ചറിൽ കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറയുമ്പോൾ ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കുറയും. അപ്പോൾ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് ആർമേച്ചറിനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യും, കുറയും. സ്വാഭാവികമായിട്ടും ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും. ഇനി ഈ ഫീൽഡ് വൈൻഡിങ്സിലുള്ള റെസിസ്റ്റൻസ് നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ആ സർക്യൂട്ടിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ഫീൽഡ് വൈൻഡിങ്സിലേക്ക് മുഴുവൻ കറണ്ടും കിട്ടും, ആ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടും. അപ്പോൾ ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFും കൂടും, ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടും കൂടും. അപ്പോൾ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് ചെയ്തിട്ടൊരു വാല്യൂ 15 വോൾട്ട് ആണെങ്കിൽ 15 ആ ഒരു വോൾട്ടേജിൻ്റെ മേലേക്ക് കൂടാനും അയക്കൂല, കുറയാനും അയക്കില്ല. 15, 16, 17 എത്തുമ്പോഴത്തേന് വീണ്ടും എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ട് അത് 14, 13 എത്തും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് ഒഴിവാക്കും, വീണ്ടും എന്ത് ചെയ്യും 15, 16 എത്തുമ്പോൾ ഇത് ഇങ്ങനെ ആ 15 വോൾട്ടേജ് റേഞ്ചിൽ പിടിച്ചു നിർത്തും. അപ്പോൾ അത് ഈ റെസിസ്റ്റൻസ് ഇങ്ങനെ കൊടുക്കുക ഒഴിവാക്കുക, റെസിസ്റ്റൻസിനെ നമ്മൾ അതിനെ പിടിച്ച് ഒട്ടിക്കുക, പിന്നെ വർദ്ധിക്കുക, അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. പിന്നെ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഈ സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് ഇവിടെ നമ്മൾ ഈ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ അകത്തും കറണ്ട് റെഗുലേറ്ററിൻ്റെ അകത്തും 2 കോണ്ടാക്ട് പോയിൻറ്റ്സ് ഉണ്ട്. ഈ കോണ്ടാക്ട് പോയിൻറ്റ്സ് നമ്മൾ ഈ സർക്യൂട്ടുമായി കണക്ട് ചെയ്തിട്ട് ആണ് ഈ റെസിസ്റ്റൻസിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കോണ്ടാക്ട് പോയിൻറ്റ്സ് ഓപ്പൺ ചെയ്യും ക്ലോസ് ചെയ്യുന്നതനുസരിച്ചാണ് ഇവിടെ ഈ റെസിസ്റ്റൻസ്. ഇവിടെ കോണ്ടാക്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസിലൂടെയാണ് കറണ്ടിനൊരു സ്വഭാവമുണ്ട്, ഏറ്റവും ഷോർട്ടായിട്ടുള്ള പാത്തിലൂടെയാണ് പോവുക, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത പാത്തിലൂടെയാണ് എപ്പോഴും പാസ് ചെയ്യുക. റെസിസ്റ്റൻസ് നമ്മൾ ഇടയിൽ കൊടുക്കുമ്പോൾ റെസിസ്റ്റൻസ് ഇല്ലാത്ത പാത്ത് നമ്മൾ അപ്പുറത്തുണ്ടാവുമ്പോൾ ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, എർത്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ നേരെ പോയിട്ട് റെസിസ്റ്റൻസ് ഇല്ലാതെ എർത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പോവുക റെസിസ്റ്റൻസ് ഇല്ലാത്ത കൂടെ തന്നെ. ഇവിടെ ഓപ്പൺ ചെയ്തു, സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്താൽ പിന്നെ ഇതിൽ കൂടെ മാത്രമല്ലേ പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ആ റെസിസ്റ്റൻസ് ഈ സർക്യൂട്ടിൽ ആഡ് ചെയ്യും. ഇനി ഇവിടെ ക്ലോസ്ഡ് ആയി കഴിഞ്ഞാലോ കറണ്ട് ഇതിൽ തന്നെ പാസ് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ ലൈൻ കൂടെ ഇങ്ങനെ കറണ്ട് പോവാണ്, നമ്മൾക്ക് പോയിട്ട് കൈ പോയിട്ടാണ് പിടിച്ചുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടെ കറണ്ട് പാസ് ചെയ്യും. കറണ്ടിനൊരു സ്വഭാവമുണ്ട്, ഏറ്റവും ഷോർട്ടായിട്ടുള്ള പാത്ത് കൂടെയാണ് പോവുക. നേരെ മറിച്ച് നമ്മൾ അതിൽ കൈയ്യിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നേരെ അതിൻ്റെ റൂട്ടിന് പോകും. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ഉള്ള ഈ ഭാഗം ഇവിടെ നമ്മൾ എർത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഇവിടെ കോണ്ടാക്റ്റ് കൂടെ ഇത് ഇങ്ങനെ എർത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കോണ്ടാക്റ്റ് ഇവിടെ അട്രാക്റ്റ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ ഈ ഒരു 2 കോർ വെച്ചിട്ടാണ്, ഇവിടെ കറണ്ട് റെഗുലേറ്ററിലാണെങ്കിലും വോൾട്ടേജ് റെഗുലേറ്ററിലാണെങ്കിലും 2 കോറുകളുണ്ട്. ആ കോറിൽ വൈൻഡിങ്സ് ഉണ്ട്, അതിലേക്ക് കറണ്ട് വെച്ച് കൊടുത്തിട്ടാണ് ഇതിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. ആ അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഈ കോണ്ടാക്ട്സ് ഓപ്പൺ ആവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ള കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിൻ്റെ കൺസ്ട്രക്ഷനും ഡീറ്റെയിൽഡ് വർക്കിങ്ങും പറയാം. അപ്പോൾ ഇതിനകത്തുള്ളത് ഇതാണ് നമ്മൾ റെഗുലേറ്ററിൻ്റെ അതിന് ഒരു ഭാഗം കട്ടൗട്ടിലെ, പിന്നെ കറണ്ട് റെഗുലേറ്റർ, വോൾട്ടേജ് റെഗുലേറ്റർ, ഇത്രയുള്ളത്. ഓക്കെ, ഇനി ഇതിന് 3 പോയിൻറ്റ്സ് ഉണ്ട്. ബാറ്ററിക്കുള്ള കണക്ഷൻ ഉണ്ട്, ജനറേറ്റർ, ഫീൽഡ്. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ജനറേറ്ററിൻ്റെ ആർമേച്ചറിലേക്കുള്ള കണക്ഷനാണ്. ഫീൽഡ് എന്ന് പറഞ്ഞാൽ ജനറേറ്ററിൻ്റെ ഫീൽഡിലേക്ക്, മാഗ്നറ്റിക് ഫീൽഡിലേക്കുള്ള വൈൻഡിങ്സിലേക്കുള്ള കണക്ഷനാണ്. പിന്നെ ഒന്ന് ബാറ്ററിയിലേക്കുള്ള കണക്ഷനും. ഈ ബാറ്ററി എന്നുള്ള കണക്ഷൻ നേരെ വന്നിട്ട് നമ്മുടെ കട്ടൗട്ട് റിലേൻ്റെ അവിടെ വന്നിരിക്കും. ഈ കട്ടൗട്ട് റിലേൻ്റെ ആർമേച്ചറിന് നേരെ അതിൻ്റെ അകത്തുള്ള സീരീസ് വൈൻഡിങ്സിലേക്കും പാരലൽ വൈൻഡിങ്സിലേക്കുള്ള കണക്ഷൻ ആകും. അതിൻ്റെ അകത്തുള്ള പാരലൽ വൈൻഡിങ്, ഈ കട്ടൗട്ട് റിലേൻ്റെ അകത്ത് ഷണ്ട് വൈൻഡിങ് അല്ലെങ്കിൽ പാരലൽ വൈൻഡിങ് ഉണ്ട്. ഷണ്ട് വൈൻഡിങ് എന്നാണ് നമ്മൾ പറയാം. ആ ഷണ്ട് വൈൻഡിങ്സിലേക്ക് നേരെ നമ്മൾ ഈ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഷണ്ട് വൈൻഡിങ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി കട്ടൗട്ട് റിലേൻ്റെ ഉള്ള പാരലൽ സീരീസ് വൈൻഡിങ്ങിലേക്ക് അത് നേരെ നമ്മൾ ഈ കറണ്ട് റെഗുലേറ്ററിൻ്റെ അകത്ത് സീരീസ് വൈൻഡിങ്ങുമായി കണക്ട് ചെയ്തിട്ട് അത് നമ്മൾ നേരെ ആർമേച്ചറുമായി ജനറേറ്ററിൻ്റെ ആർമേച്ചറുമായി കണക്ട് ചെയ്യണം. ഫീൽഡുമായി നമ്മൾ കണക്ട് ചെയ്യുന്നത്, ഫീൽഡിൽ നിന്ന് നേരെ എടുത്തിട്ട് ഇവിടെ പോയിട്ട് ഇവിടെ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കൊടുക്കുകയാണ്.
ഫീൽഡുമായി നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇവിടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കൊടുത്തിട്ട് വീണ്ടും അതിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് നമ്മളെ വോൾട്ടേജ് റെഗുലേറ്ററിൽ കൂടെ ചുറ്റിയിട്ട് നേരെ പോയിട്ട് എന്ത് ചെയ്യുന്നു, 2 കോണ്ടാക്ട്സ് ഇവിടെ കറണ്ട് റെഗുലേറ്ററിൻ്റെയും വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ അടുത്തുള്ള 2 കോണ്ടാക്ട്സിലേക്ക് കൊടുത്തുകയാണ്. ഈ കോണ്ടാക്ട്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മെറ്റൽ പീസാണ്, അതിൻ്റെ മേലെ ഒരു കോണ്ടാക്ട് പോയിന്റ് ഉണ്ടാവും. അതിൻ്റെ മേലെ നമ്മൾ ബാറ്ററി നമ്മുടെ ജനറേറ്ററിൽ നിന്ന് വരുന്ന ഫീൽഡിൽ നിന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഫീൽഡിൽ നിന്നാണ്, ആ ഫീൽഡിൽ നിന്ന് വരുന്ന ആ കോണ്ടാക്ട് ലൈന് നേരെ കണ്ട് ചെയ്യുന്ന ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവും. അതിൻ്റെ താഴെ നമ്മൾ ഈ ഒരു മെറ്റൽ പീസ് വെച്ച് അതിന് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവും. ഇനി ഇതിപ്പോൾ ആൾറെഡി ഇതെന്താണ്, ഇത് സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ഇതിങ്ങനെ എർത്ത് ഇതാണ്. ഇനി എന്താണ്, ഇതിനെ നമ്മൾ ഈ മെറ്റൽ പീസിനെ നമ്മൾ താഴോട്ടും കൂടെ അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, ഓപ്പൺ ആവും. അത് ഓപ്പൺ ആവുന്ന സമയത്ത് ഈ സർക്യൂട്ട് എന്ത് ചെയ്യും, ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ഓപ്പൺ ആയി, കറണ്ടിന് ഇതിൽ പാസ് ചെയ്യാൻ പറ്റാതായി. അപ്പോൾ പിന്നെ കറണ്ട് എന്ത് ചെയ്യും, ഇവിടെ ഈ 2 സ്ഥലത്തും പാസ് ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ ഇവിടെ താഴത്തെ റെസിസ്റ്റൻസ് ഉണ്ട്, ആ റെസിസ്റ്റൻസിലൂടെ അത് എർത്ത് ചെയ്തിട്ടുണ്ട്, അതിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ആ റെസിസ്റ്റൻസ് കൂടെ അതിൽ ആഡ് ചെയ്യും. അപ്പോൾ ആ ഫീൽഡ് വൈൻഡിങ്സിലേക്കുള്ള കറണ്ട് കുറയും. അപ്പോൾ ഇനി എങ്ങനെയാണ് വോൾട്ടേജ് റെഗുലേറ്റർ വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വോൾട്ടേജ് റെഗുലേറ്റർ വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാൻ നമ്മൾ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ അകത്തുള്ള വൈൻഡിങ്സ്, ഒന്ന് സീരീസ് വൈൻഡിങ് ഉണ്ട്, ഒന്ന് ഷണ്ട് വൈൻഡിങ് ഉണ്ട്. ഈ സീരീസ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു തിക്ക് വയർ വെച്ചിട്ട്, നല്ല തിക്കായിട്ടുള്ള വയറായിരിക്കും, ഫ്യൂ ടേൺസ് ആവും. അതുപോലെ ഷണ്ട് വൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ തിൻ വയറാവും, തിൻ വയർ ഓഫ് ഫ്യൂ ടേൺസ് ആയിരിക്കും ഷണ്ട് വൈൻഡിങ്. ഓക്കെ, ഇനി എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്തു, അഥവാ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് ജനറേറ്റർ എന്ത് ചെയ്യൂ, ജനറേറ്ററിൻ്റെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. ജനറേറ്ററിൻ്റെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആൾറെഡി ഇതിലുള്ള റെസിജ്വൽ മാഗ്നറ്റിസം, അത് ആൾറെഡി ഈ ഫീൽഡ് വൈൻഡിങ്സിലുള്ള റെസിജ്വൽ മാഗ്നറ്റിസം കാരണം ആർമേച്ചറിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായിട്ട് അതിൽ എന്ത് ചെയ്യും, വോൾട്ടേജ് ഉണ്ടാവും. ആ വോൾട്ടേജ് അല്ലെങ്കിൽ അതിൽ കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് നമ്മൾ ബാറ്ററിക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ തുടങ്ങുകയാണ്. ഫ്ലോ ചെയ്യാകുമ്പോൾ ആൾറെഡി ചെറിയ വോൾട്ടേജ് ഒന്നാകുമ്പോൾ ഈ കട്ടൗട്ടറിൽ എന്ത് ചെയ്യില്ല, ആവില്ല. ബാറ്ററി ചാർജ് ചെയ്യാൻ സഫിഷ്യൻ്റ് ആയിട്ടുള്ള വോൾട്ടേജ് എത്തുമ്പോൾ കട്ടൗട്ടറിൽ എന്ത് ചെയ്യും, അതിൻ്റെ കോണ്ടാക്റ്റ് ക്ലോസ്ഡ് ആവുള്ളൂ. അതിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ചെയ്തിട്ട് കൂടിയിട്ട് അത് ആർമേച്ചറിനെ അട്രാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ സാധാരണ ലോ സ്പീഡ് അല്ലെങ്കിൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് നോർമൽ വോൾട്ടേജിലേക്ക് എത്തിയതിന് നമ്മളൊരു പ്രീഡിറ്റർമൈൻഡിൽ ബാറ്ററി ചാർജ് ചെയ്യാൻ ആവശ്യമായ വോൾട്ടേജ് എത്തുന്നതിന് മുന്നേ ഇവിടെ ഒന്നും റെഗുലേറ്റർ വർക്ക് ചെയ്യില്ല. ഇനി നമ്മൾ എൻജിൻ RPM ഇൻക്രീസ് ചെയ്ത് നമ്മൾ ഒരു ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള വോൾട്ടേജ് ഒരു 15 വോൾട്ട് ഒക്കെ എത്തുകയാണ്, 15, 16, 17 ഒക്കെ എത്തുകയാണ്. എൻജിൻ RPM ഇൻക്രീസ് ചെയ്തു, ജനറേറ്ററിൻ്റെ RPM ഇൻക്രീസ് ചെയ്തു. അതിനനുസരിച്ച് ജനറേറ്ററിൽ നിന്ന് ആർമേച്ചർ കറങ്ങി അതിലേക്ക്, അതുപോലെ തന്നെ ഫീൽഡിലേക്കും ഈ ആർമേച്ചറിന് ചെറിയൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഫീൽഡിലേക്കും കറണ്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇനി ആ ഫീൽഡ് എർത്ത് ചെയ്തിട്ടുള്ളത്, ഫീൽഡിലേക്ക് കറണ്ട് കൊടുക്കുന്നത് ഈ ആർമേച്ചറിന് തന്നെ. ഈ ഫീൽഡ് എർത്ത് ചെയ്തിട്ടുള്ളത് ഈ റെസിസ്റ്റൻസിലൂടെയും അത് പിന്നെ ഈ ഒരു കോണ്ടാക്റ്റിലൂടെയാണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഇവിടെ വരിക, ഇപ്പോൾ എപ്പോഴും കറണ്ടിന് സ്വഭാവം ഏറ്റവും ഷോർട്ടായിട്ടുള്ള പാത്തിലൂടെയാണ് പാസ് ചെയ്യുക. അപ്പോൾ ഇതിലൂടെ ഇപ്പോൾ ഫസ്റ്റ് ഇത് എർത്ത് ചെയ്തിട്ടുള്ള ഇതിലൂടെ ആയതുകൊണ്ട് ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഈ റെസിസ്റ്റൻസ് അതിൽ കിട്ടൂല. കാരണം റെസിസ്റ്റൻസ് ഉള്ള പാത്തിലൂടെ ഒരിക്കലും കറണ്ട് എപ്പോഴും പാസ് ചെയ്യില്ല. ഏറ്റവും ഷോർട്ട് പാത്തിലൂടെയാണ് കറണ്ട്, ഏറ്റവും റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത പാത്തിലൂടെയാണ് കറണ്ട് പാസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ജനറേറ്റർ സാധാരണ റൊട്ടേറ്റ് ചെയ്ത് ഒരു പ്രീഡിറ്റർമൈൻഡ് വോൾട്ടേജ് എത്തുന്നത് വരെ, അഥവാ ബാറ്ററി ചാർജ് ചെയ്യാൻ ആവശ്യമായ വോൾട്ടേജ് എത്തുന്നത് വരെ റെഗുലേറ്റർ വർക്ക് ചെയ്യില്ല. ഇനി നമ്മൾ ആൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള 15 വോൾട്ട് അല്ലെങ്കിൽ എത്ര വോൾട്ട് ആണെങ്കിൽ ആ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലൊക്കെ കയറുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്സ് അതുപോലെ സീരീസ് വൈൻഡിങ് ഇതൊക്കെ നമ്മൾ നേരെ ഈ കട്ടൗട്ട് റിലേയിലൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇത് ജനറേറ്ററിൻ്റെ ഫീൽഡുമായും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സീരീസ് വൈൻഡിങ് ഇതിനുള്ള വൈൻഡിങ്, ഈ ഷണ്ട് വൈൻഡിങ് അല്ല സീരീസ് വൈൻഡിങ്. ഇവിടെ 2 വൈൻഡിങ്സാണ് നമ്മളെ
വോൾട്ടേജ് റെഗുലേറ്ററും ഉള്ളത്. ചിത്രത്തിൽ നോക്കുക ക്ലിയർ ആയിട്ട്. ഇവിടെ ഇതൊന്ന് സീരീസ് വൈൻഡിങ്ങും ഒരു ഷണ്ട് വൈൻഡിങ്ങും, 2 വൈൻഡിങ്സാണ് നമ്മുടെ വോൾട്ടേജ് റെഗുലേറ്ററും ഉള്ളത്. ഈ സീരീസ് വൈൻഡിങ് ആണ് തിക്ക് വയർ വെച്ചിട്ടുള്ളത്. അതാണ് നമ്മളെ ഫീൽഡുമായി കണക്ട് ചെയ്തിട്ടുള്ളത്. നേരെ ഇവിടെ എർത്ത് ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ഇവിടെ റെസിസ്റ്റൻസും ഉണ്ട്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഫീൽഡും ഉണ്ട്. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഷണ്ട് വൈൻഡിങ് ഉണ്ട്. ആ ഷണ്ട് വൈൻഡിങ് നേരെ കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മളെ കട്ട് ഔട്ട് റിലേയിലെ ഷണ്ട് വൈൻഡിങ്സിലാണ്. അപ്പോൾ ഇതിൽ കൂടെ കറണ്ട് വരും, ഇവിടെ ഇതിലൂടെ ഷണ്ട് വൈൻഡിങ്സിലേക്കും കറണ്ട് വരും. ഈ ഫീൽഡ് വൈൻഡിങ്സിൻ്റെ കണക്ഷനുമായി വന്നത് കണക്ട് ചെയ്തുകൊണ്ട് ഇതിലൂടെ ഷണ്ട് വൈൻഡിങ്സിലേക്കും ഷണ്ട് വൈൻഡിങ്സിലേക്കും സീരീസ് വൈൻഡിങ്സിലേക്കും 2 വൈൻഡിങ്സിലേക്കും എന്ത് ചെയ്യും, കറണ്ട് വരും. കറണ്ട് വന്ന് നമ്മൾ നല്ല വോൾട്ടേജ് ആയി 15 വോൾട്ടിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ ഇതിനെന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, അതിലേക്ക് കറണ്ട് വരാൻ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് അതിലേക്ക് കറണ്ട് വരും. പക്ഷേ ചെറിയ കറണ്ടിലൊന്നും അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് വരാനുണ്ടാവില്ല. ഇനി ആ പ്രീ ഡിറ്റർമൈൻഡ് ചെയ്തില്ല, നമ്മൾ 15 വോൾട്ട് എന്ന് പറഞ്ഞില്ലേ, ആ 15 വോൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ മേലേക്ക് വരുന്ന സമയത്ത് മാത്രം അത്രയും വോൾട്ടേജ് വരുമ്പോൾ മാത്രമേ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് നല്ല കൂടുള്ളൂ. അങ്ങനെ കൂടിയിട്ട് ഈ ഒരു കോണ്ടാക്ട് പോയിൻറ്റ്സ്, ഇവിടെ ഒരു കോണ്ടാക്റ്റ് ഉണ്ട്, ഈ ഒരു മെറ്റൽ പീസ് കോണ്ടാക്റ്റ് ഉണ്ട്. ആ മെറ്റൽ പീസ് ആ കോണ്ടാക്റ്റിൻ്റെ ഭാഗം അതിനെ സാധാരണ നമ്മൾ ആർമേച്ചർ എന്ന് വിളിക്കും. അങ്ങനെ ഈ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഈ ആർമേച്ചറിനെ ഇങ്ങോട്ട് എന്ത് ചെയ്യും, അതിന് സഫിഷ്യൻറ്റ് മാഗ്നറ്റിക് സ്ട്രെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് താഴോട്ട് അട്രാക്റ്റ് ചെയ്യും. അട്രാക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇവിടെ ഉള്ള ഈ കോണ്ടാക്റ്റ് എന്ത് ചെയ്യും, ഇവിടെയുള്ള ഈ കോണ്ടാക്റ്റ് ഓപ്പൺ ആവും. കോണ്ടാക്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഈ സർക്യൂട്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ആവും. അപ്പോൾ പിന്നെ ഇതിലൂടെ മാത്രമേ കറണ്ട് പാസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ റെസിസ്റ്റൻസ് കൊടുത്തത് കൊണ്ട് എന്ത് ചെയ്യും, അത് ഈ ഫീൽഡിലേക്ക് റെസിസ്റ്റൻസ് ആഡ് ചെയ്യും. അപ്പോൾ എന്താ ഒന്നുകൂടെ പറയാം, നമ്മളെ ജനറേറ്റർ വർക്ക് ചെയ്ത് ജനറേറ്റർ ടേൺ ചെയ്ത് നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് വാല്യൂ വോൾട്ടേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സീരീസ് ആൻഡ് ഷണ്ട് വൈൻഡിങ്, വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ അകത്തുള്ള സീരീസ് ആൻഡ് ഷണ്ട് വൈൻഡിങ്സിലേക്ക് സഫിഷ്യൻറ്റ് വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടിയിട്ട് അത് ഈ കോണ്ടാക്റ്റിനെ എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും. അഥവാ ഈ കോണ്ടാക്റ്റിന്മേലുള്ള ഈ ആർമേച്ചറിനെ അട്രാക്റ്റ് ചെയ്യും. ഈ കോണ്ടാക്ട് പോയിൻറ്റ്സ് എന്ത് ചെയ്യും, കോണ്ടാക്ട് പോയിൻറ്റ്സ് ഓപ്പൺ ആവും. ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറണ്ടിന് ഇതിലൂടെ പാസ് ചെയ്യുന്നത് കറണ്ട് എന്ത് ചെയ്യും, ഇല്ലാതാവും. നേരെ ഇവിടെ ഓപ്പണായി, സർക്യൂട്ട് ബ്രേക്കായി. നേരെ പിന്നെ അതിന് ഈ ഒരു റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്യില്ലാതെ നിവൃത്തിയില്ല. അപ്പോൾ ഈ റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്യും. അപ്പോൾ നമ്മളെ ഫീൽഡ് വൈൻഡിങ്സിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്ന പോലെയാവും അത്. അങ്ങനെ റെസിസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫീൽഡ് വൈൻഡിങ്സുമായി നമ്മൾ റെസിസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫീൽഡ് വൈൻഡിങ്സിലേക്ക് കിട്ടുന്ന കറണ്ട് എന്ത് ചെയ്യും, കുറയും. ഫീൽഡ് വൈൻഡിങ്സിലേക്ക് കിട്ടുന്ന കറണ്ട് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആർമേച്ചറിലേക്ക് കിട്ടുന്ന കറണ്ട് കുറയും. കാരണം ഫീൽഡ് വൈൻഡിങ്സിലേക്ക് കിട്ടുന്ന കറണ്ട് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറയും. അപ്പോൾ ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കുറയും. ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കുറയുമ്പോൾ ആർമേച്ചറിന് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കുറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും. അപ്പോൾ 15-16 എത്തിയിട്ടുള്ള വോൾട്ടേജ് എന്ത് ചെയ്യും, 16ന് മേലേക്ക് കയറുമ്പോഴത്തേനും ഇവിടെ അട്രാക്റ്റ് ചെയ്യും. അട്രാക്റ്റ് ചെയ്യുമ്പോൾ അതിലേക്കുള്ള റെസിസ്റ്റൻസ്, ഈ ഫീൽഡിലേക്കുള്ള റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വീണ്ടും ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ആ 16 എത്തി വീണ്ടും കുറഞ്ഞ് നമ്മൾ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറഞ്ഞിട്ട് എന്ത് ചെയ്യും, 14-13 കുറയും. അങ്ങനെ 14-13 കുറയുമ്പോൾ വീണ്ടും ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഇതിവിടെ അട്രാക്റ്റ് ചെയ്തതുകൊണ്ടാണ് ഇതിലേക്ക് റെസിസ്റ്റൻസ് ആഡ് ചെയ്തത്. ആ ഇതിലേക്കുള്ള ആ ഒരു ഇതിവിടെ കുറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ ഇതിവിടെ റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ സർക്യൂട്ടാണ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്കാണ് കറണ്ട് കിട്ടാതാവും. അപ്പോൾ ഇവിടെ വോൾട്ടേജ് കൂടി ഒരു 15-16-17 എത്തുമ്പോഴത്തേന് ഈ റെസിസ്റ്റൻസ് ആഡ് ചെയ്യും, അത് കുറയും ചെയ്യും. ആ വോൾട്ടേജ് കുറഞ്ഞ് 13-14 എത്തുമ്പോഴത്തേന് ഇവിടെയുള്ള മാഗ്നറ്റിക് സ്ട്രെങ്ത്തും കുറയും ചെയ്യും. ഇതിലേക്ക് കറണ്ട് പാസ് ചെയ്യുക, ഒന്നിലേക്ക് തീരെ കറണ്ട് പാസ് ചെയ്യാതാവും, ഒന്നിലേക്കുള്ള കറണ്ട് കുറയും ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്ത് കുറയും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഇതില്ലേ, ഈ കോണ്ടാക്ട് പോയിൻറ്റ്സ് അത് നമ്മൾ സ്പ്രിങ് ഫോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ കോണ്ടാക്റ്റിനെ എന്ത് ചെയ്യുന്നത്, ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ചിത്രത്തിൽ കാണിച്ചിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ആ വീണ്ടും എന്ത് ചെയ്യും,
ഈ കോണ്ടാക്റ്റ് അട്രാക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങോട്ടുള്ള അട്രാക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രെങ്ത് കുറഞ്ഞ് അട്രാക്ഷൻ്റെ സ്ട്രെങ്ത്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ച് മേലോട്ട് തന്നെ പോവും. ഈ കോണ്ടാക്റ്റ് എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്താൽ പിന്നെ നേരത്തെ പോലെ ഈ റെസിസ്റ്റൻസിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന ഒഴിവായി വീണ്ടും നമ്മൾ സർക്യൂട്ട് ഇതിലൂടെ ക്ലോസ് ചെയ്യും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും? നമ്മളെ ഫീൽഡ് വൈൻഡിങ്സിലേക്ക് റെസിസ്റ്റൻസ്, ഇവിടെയുള്ള റെസിസ്റ്റൻസ് ഒഴിവാവും. ഫീൽഡ് വൈൻഡിങ്സിലേക്ക് മാക്സിമം കറണ്ട് കിട്ടും. വീണ്ടും കറണ്ട് എന്ത് ചെയ്യും? ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടി 15, 16, 17 വീണ്ടും കൂടുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ഇവിടെ അട്രാക്റ്റ് ചെയ്യും. വീണ്ടും എന്ത് ചെയ്യും? കുറയും. ഇങ്ങനെ അത് കൂടി കുറഞ്ഞിങ്ങനെ നമ്മൾ കൂടാനും അയക്കില്ല. വളരെ കൂടി 15, 16 വരെ എത്തുമ്പോൾ വീണ്ടും കുറഞ്ഞ് 13, 14 വീണ്ടും ആ ഒരു 15 റേഞ്ച്, 15, 14 അതുപോലെ 16 അതിൻ്റെ ഉള്ളിലായിട്ട്, അല്ലെങ്കിൽ 15 സംതിങ്ങിൻ്റെ ഉള്ളിലായി തന്നെ നമ്മൾ ആ പ്രീ ഡിറ്റർമൈൻഡ് വാല്യൂ അത്രയും സെൻസിറ്റീവായിട്ട്, പരമാവധി സെൻസിറ്റീവായിട്ട് നമ്മളത് കൺസിഡർ ചെയ്യും. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് 15, 16, 17 എന്നൊക്കെ പറയുന്നത്. കറക്റ്റ് ആ 15ൻ്റെയും 14ൻ്റെയും 16ൻ്റെ ഇടയിൽ 15 സംതിങ്ങിൽ തന്നെ അത് കൂടും കുറയാ ചെയ്യാതെ ചെറിയൊരു വേരിയേഷനിൽ ഇങ്ങനെ നിൽക്കും. കൂടുമ്പോൾ എന്ത് ചെയ്യും? അവിടെ അട്രാക്ട് ചെയ്തിട്ട് റെസിസ്റ്റൻസ് ആഡ് ചെയ്യും. കുറയുമ്പോൾ വീണ്ടും റെസിസ്റ്റൻസ് ഈ അട്രാക്ഷൻ ഒഴിവായിട്ട് വീണ്ടും റെസിസ്റ്റൻസ് ഇതിൽ നിന്ന് ഒഴിവാകും. ഇങ്ങനെ നമ്മൾ ഫീൽഡിലേക്ക് റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ടും റിമൂവ് ചെയ്തിട്ടും നമ്മൾ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. അങ്ങനെയാണ് ഈ വോൾട്ടേജ് റെഗുലേറ്റർ. അപ്പോൾ നമുക്കൊരു പ്രീ ഡിറ്റർമിനേറ്റ് 15 വോൾട്ട് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ വോൾട്ടേജ് റെഗുലേറ്റർ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ 15 വോൾട്ടിൽ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും. ഫീൽഡിലേക്ക് റെസിസ്റ്റൻസ് കൊടുക്കുകയും ചെയ്യുക, ഒഴിവാക്കുകയും ചെയ്യുക. അങ്ങനെ ഇതിവിടെ ഒരു 200 ടൈംസ് 200 പ്രാവശ്യമൊക്കെ ഒരു മിനിറ്റിൽ എന്ത് ചെയ്യും? ഇത് അട്രാക്ഷനും ഒഴിവാകലും അട്രാക്ഷനും അതുപോലെ റിപ്പൽഷനല്ല, ഇത് അട്രാക്ഷനും അതുപോലെ തന്നെ അതിമെന്ന് തിരിച്ച് ആ കോണ്ടാക്റ്റ് ക്ലോസ്ഡ് ആവുന്ന ഒരു കണ്ടീഷൻ, അഥവാ ആ കോണ്ടാക്റ്റ് ക്ലോസ് ആൻഡ് ഓപ്പൺ 200 പ്രാവശ്യമൊക്കെ ഒരു മിനിറ്റിൽ നടക്കും. അപ്പോൾ വോൾട്ടേജ് 200 പ്രാവശ്യം ഒരു മിനിറ്റിൽ നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആണല്ലോ. അപ്പോൾ ആ വോൾട്ടേജ് നമുക്ക് ആ 15 വോൾട്ടിൽ തന്നെ ആ ഒരു റേഞ്ചിൽ പിടിച്ചു നിർത്താൻ കഴിയും. ഇങ്ങനെയാണ് ഇതൊരു മെക്കാനിക്കലായിട്ട് ഈ കോണ്ടാക്ട്സ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഓപ്പൺ ക്ലോസ്ഡ് ഇങ്ങനെ ഇത് താഴോട്ട് വരും, മേലോട്ട് പോകും. അപ്പോൾ അതിനനുസരിച്ച് റെസിസ്റ്റൻസ് ഇതിലേക്ക് കൊടുക്കും, ഒഴിവാക്കും. ഇതിലേക്ക് ആഡ് ചെയ്ത് ഒഴിവാക്കും. അപ്പോൾ ഫീൽഡിലേക്ക് എപ്പോഴും 15 വോൾട്ട് കൂടാനും അയക്കൂല, കുറയാനും അയക്കൂല. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ 15 വോൾട്ടിൽ നമുക്ക് അത് റെഗുലേറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ കറണ്ട് റെഗുലേറ്ററും ഇതുപോലെ തന്നെ വർക്കിങ്ങിൽ. പക്ഷേ ഇവിടെ കറണ്ട് റെഗുലേറ്റർ ആകുമ്പോൾ ഇത് ആർമേച്ചറിൻ്റെ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടുമായിട്ടാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഫീൽഡിലേക്കല്ല കണക്ട് ചെയ്തത്, ഔട്ട്പുട്ടുമായിട്ട് ഇത് കണക്ട് ചെയ്യുന്നത്. ഇവിടെ അട്രാക്ഷൻ ചെയ്യുന്ന ഈ സ്ഥലം, ഈ ഒരു കോറ് നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് ജനറേറ്ററിൻ്റെ ആർമേച്ചറുമായിട്ടാണ്. അതെന്ന് വെച്ചാൽ ആർമേച്ചറിൻ്റെ കറണ്ട് വളരെ ഹൈ ആയി കഴിഞ്ഞാൽ, എന്തെങ്കിലും ലോഡ് കൂടുന്ന സമയത്ത്, ലോഡ് വളരെ കൂടി ബാറ്ററിൻ്റെ വോൾട്ടേജ് കുറയുന്ന സമയത്ത്, ആ സമയത്തൊക്കെയാണ് ഇവിടെ ഈ ആർമേച്ചറിൻ്റെ അകത്തുള്ള കറണ്ട് കൂടുക. ആർമേച്ചറിൻ്റെ അകത്ത് എൻജിനിലേക്കല്ല, നമ്മൾ ഈ ജനറേറ്ററിലേക്കുള്ള ലോഡ് കൂടുക എന്ന് പറഞ്ഞാൽ ഒന്നൊരു ബാറ്ററി മറ്റു കുറവായിട്ടുള്ള കണ്ടീഷൻ, അപ്പോൾ തന്നെ നമ്മൾ ലൈറ്റ് എല്ലാ സംഭവങ്ങളും ഓൺ ചെയ്തുള്ള കണ്ടീഷൻ, അങ്ങനെയൊക്കെ എല്ലാ വാഹനത്തിൽ എല്ലാ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ വല്ലാതെ കൂടുകയാണ്. അഥവാ ലോഡ് കൂടുമ്പോൾ കറണ്ട് കൂടും. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ വല്ലാതെ കൂടുന്ന സമയത്ത് ഈ ഒരു കോറിൻ്റെ അകത്തുള്ള ഈ വൈൻഡിങ്സ്, സീരീസ് വൈൻഡിങ്സിലേക്ക് വളരെ ഹൈ കറണ്ടായി കഴിഞ്ഞാൽ ഇതിനെന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. അട്രാക്റ്റ് ചെയ്ത് ഇത് എന്ത് ചെയ്യും? താഴോട്ട് അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഈ കോണ്ടാക്ട്സ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ഈ ഫീൽഡിലേക്ക് ആഡ് ചെയ്യും. നമ്മൾ ജനറേറ്ററിൻ്റെ
ഔട്ട്പുട്ട് കറണ്ട് കുറയും. നോർമൽ കറണ്ട് എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള അട്രാക്ഷൻ വീണ്ടും എന്ത് ചെയ്യും, ഇല്ലാതായി, പോയിന്റ്സ് വീണ്ടും ക്ലോസ്ഡ് ആവും. ഇതും നേരത്തെ കറണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ പറഞ്ഞതുപോലെ തന്നെ കറണ്ട് എന്താണ് ഒരു പ്രീ ഡിറ്റർമിൻഡ് വാല്യൂവിൽ കൂടിക്കഴിഞ്ഞാൽ ഇതും കടന്നിങ്ങനെ എന്ത് ചെയ്യും, കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ഇത് ക്ലോസ്ഡ് ആവും, ഇത് ഓപ്പൺ ആവും, ഇത് അട്രാക്ട് ചെയ്തിട്ട് കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീണ്ടും ക്ലോസ്ഡ് ആവും. അങ്ങനെ ഇതും ഓപ്പൺ ആൻഡ് ക്ലോസ് ആവുന്ന ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇത് രണ്ടും ഒരുമിച്ച് വോൾട്ടേജ് റെഗുലേറ്ററും കറണ്ട് റെഗുലേറ്ററും ഒരുമിച്ച് വർക്ക് ചെയ്യില്ല. ഈ സാധാരണ കറണ്ട് റെഗുലേറ്റർ വൈബ്രേറ്റ് ചെയ്യുന്നത് ഒരു 250 ടൈംസ് ഒക്കെയാണ് ഒരു മിനിറ്റിൽ. സാധാരണ ബാറ്ററി വോൾട്ടേജ് കൂടുതലും ലോഡ് കുറവായിട്ടുള്ള കണ്ടീഷനിൽ വോൾട്ടേജ് റെഗുലേറ്ററാണ് വർക്ക് ചെയ്യുക. എന്നാൽ ബാറ്ററി വോൾട്ടേജ് കുറവും ലോഡ് കൂടുതലുള്ള സമയത്ത് കറണ്ട് റെഗുലേറ്ററാണ്. അപ്പോൾ കറണ്ടാണ് കൂടുതലുണ്ടാവുക, വോൾട്ടേജ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇത് രണ്ടും കൂടി ഉപയോഗപ്പെടുത്തുന്നത്. ബാറ്ററി വോൾട്ടേജ് കുറവും ലോഡ് കൂടുതലാകുമ്പോൾ കറണ്ട് കൂടും, അപ്പോൾ കറണ്ട് റെഗുലേറ്റർ വർക്ക് ചെയ്യും. എന്നാൽ ബാറ്ററി വോൾട്ടേജ് അത്യാവശ്യത്തിനുണ്ട്, എന്നാൽ ലോഡ് കുറവാണ്, ലോഡ് നോർമൽ ലോഡാണ്, ആ സമയത്ത് വോൾട്ടേജ് റെഗുലേറ്ററാണ് വർക്ക് ചെയ്യുക. പിന്നെ കട്ടൗട്ടിൽ നമ്മൾ ആൾറെഡി ഇതിന് വർക്കിംഗ് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഈ റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഫീൽഡ് വൈൻഡിങ്സിൽ ഫീൽഡ് വൈൻഡിങ്സിലേക്ക് ആഡ് ചെയ്തും റിമൂവ് ചെയ്തും ചെയ്യണം. അതിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ ഇതിലേക്കുള്ള കറണ്ട് വെച്ചിട്ട് നമ്മൾ ഈ കോണ്ടാക്ട് പോയിന്റിനെ അട്രാക്റ്റ് ചെയ്തിട്ട് ഓപ്പൺ ആക്കും ക്ലോസ് ആക്കുകയും ചെയ്യാം. അത് 200 ടൈംസ് ഒരു മിനിറ്റിൽ 200 പ്രാവശ്യമൊക്കെ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു മിനിറ്റിൽ 200 പ്രാവശ്യമൊക്കെ ഈ ഫീൽഡിലേക്കുള്ള റെസിസ്റ്റൻസ് ആഡ് ചെയ്യുകയും ഒഴിവാക്കുകയും ചെയ്യും. അപ്പോൾ ആ ഫീൽഡിലേക്കുള്ള കറണ്ട് നമ്മളിങ്ങനെ കൂടാനയക്കില്ല, കുറയാനയക്കില്ല, അതിലിങ്ങനെ പിടിച്ചു നിർത്തും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ജനറേറ്ററിൻ്റെ ആർമേച്ചറിലും നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത്, മാഗ്നറ്റിക് ഫീൽഡ് ലിങ്ക് ചെയ്യുന്നത് നമ്മൾ കൂടാനും കുറയാനും അയക്കാതെ, അതിൽ ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കൂടാനും കുറയാനും അയക്കാതെ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള 15 വോൾട്ടിൽ ഇങ്ങനെ പിടിച്ചു നിർത്താം. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ കമ്പൈൻഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് റെഗുലേറ്റർ മനസ്സിലായിട്ടില്ലെങ്കിൽ വളരെ റിസ്ക്കുമാണ്. അങ്ങനെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഈ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യുക. അല്ലാത്തവരൊന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 2-3 പ്രാവശ്യം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നേ ഉള്ളൂ. എക്സാമിന് ഒരു 90% ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷെ ഇത് പഠിച്ചില്ല ഇത് എക്സാമിന് തോൽക്കൊന്നുമില്ല. കാരണം ഇത് നമ്മളൊരു മൊഡ്യൂൾ മാത്രമാണ്. ഇതല്ലാതെ 3 മൊഡ്യൂളിന് എക്സാമിന് ആകെ 3 മൊഡ്യൂളേ ചോദിക്കുള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള മൊഡ്യൂൾ പഠിച്ചാൽ മതി. അതിന് പുറമെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ തന്നെ ഇതല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, അത് പഠിച്ചാലും മതി. അപ്പോൾ ഇത് പഠിക്കുകയാണെങ്കിൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിന് വരുന്നതാണ്. ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു 8 മാർക്ക് 9 മാർക്കിനൊക്കെ ഈ ഒരു സർക്യൂട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വോൾട്ടേജ് റെഗുലേറ്റർ, കറണ്ട് റെഗുലേറ്റർ, അതുപോലെ ഇത് രണ്ടും ഒരുമിച്ച് വരുന്നത്. അപ്പോൾ ഇത്ര വിശദമായിട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ചുരുക്കിയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പരമാവധി ചുരുക്കിയിട്ട് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി നിങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയാൽ മതിയാവും. അപ്പോൾ ഈ സർക്യൂട്ട് വരയ്ക്കുക എന്നുള്ളതാണ് മെയിൻ. അപ്പോൾ നിങ്ങൾ 2-3 പ്രാവശ്യം വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർക്യൂട്ട് വരയ്ക്കാൻ പറ്റും. വളരെ റിസ്ക് ഒന്നുമല്ല. പക്ഷേ ഇത് ഷുവർ ക്വസ്റ്റ്യൻ എക്സാമിന്. ഞാൻ അതിൽ ഒരാൾക്ക് ഇത് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ എക്സാമിന് തോൽക്കുന്നൊന്നുമില്ല. അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കുറച്ച് മനസ്സിലാവാത്തവർക്ക് ഇത് കുറച്ച് റിസ്ക് തന്നെയാണ്. മനസ്സിലായി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതാണ് 3 സ്റ്റേജ് റെഗുലേറ്റർ, 3 കമ്പൈൻഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് റെഗുലേറ്ററിനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ AC ജനറേറ്ററാണ്. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് DC ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോനെ കുറിച്ചാണ്. അപ്പോൾ ഇനി നമുക്ക് ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ AC ജനറേറ്റർ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി നിങ്ങൾക്ക് തലയിൽ കയറില്ല. അപ്പോൾ ആൾറെഡി 3 സ്റ്റേജ് റെഗുലേറ്റർ, കമ്പൈൻഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് റെഗുലേറ്റർ, ഇതാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ കേട്ട ആൾക്കാർ ചിലപ്പോൾ ഡൗട്ട് വരാൻ സാധ്യത ഉണ്ട് എന്തായാലും. അല്ലെങ്കിൽ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ആവും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇനി റിപ്പീറ്റ് ചെയ്തിട്ട് കേട്ടിട്ടും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആവുന്നില്ലെങ്കിൽ
വാട്സപ്പ് മുഖേന അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് എന്നോട് വിളിച്ചിട്ട് ഇതിൻ്റെ ഡൗട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യുക. കുറച്ച് റിസ്ക്കുള്ള ടോപ്പിക്കാണെന്നാൽ വളരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളുമാണ്. അപ്പോൾ ഓക്കെ, താങ്ക്സ്. ഇന്നത്തെ ക്ലാസ് ക്ലോസ് ചെയ്യണം. ഓക്കെ.